ഇവിടെ ഒരു ബാങ്കിലെ സ്റ്റാഫായ നമ്മുടെ ഹീറോയുടെ ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഒരു ഡോണിന്റെ അക്കൗണ്ടിൽ നിന്ന് 5 കോടി രൂപ ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഇവനാണ് ആ പണം എടുത്തതെന്ന് വിചാരിച്ച് ആ ഡോൺ അവൻക്ക് 4 ദിവസം ടൈം കൊടുത്തു. അതിനുള്ളിൽ ആ പണം തിരിച്ചു തന്നില്ലെങ്കിൽ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പൊ ഹീറോയും അവന്റെ ഫ്രണ്ട്സും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കി. അതെന്തെന്നാൽ ഇതേപോലെ ബാങ്കിൽ വെച്ചിരിക്കുന്ന ക്യാഷ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ എണ്ണി നോക്കാറുള്ളൂ. അത് തന്നെ അവൻ പ്ലാൻ ചെയ്തു. ആ ക്യാഷ് ലോക്കറിൽ നിന്ന് എടുത്ത് ഒരു കള്ളന്റെ കയ്യിൽ കൊടുത്തു. ഷെയർ മാർക്കറ്റിലേക്ക് ഇട്ടു. അതോടെ ഇവൻക്ക് 7 കോടി രൂപ കിട്ടി. ഇപ്പൊ ആ ഡോണിന് 5 കോടി രൂപ തിരിച്ചു കൊടുത്തു. ഇപ്പൊ ബാക്കി വന്ന 2.5 കോടി ബാങ്കിലുള്ള ലോക്കറിൽ വെക്കാൻ വേണ്ടി പോയി. ഇവനും ബാങ്കിലേക്ക് എത്തിയതും അതിനുള്ളിൽ ആ ലോക്കറിനകത്തുള്ള ക്യാഷ് കാണാതായ കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നു. അതോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫിനെയും വിളിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവൻ ആ ക്യാഷ് കൊണ്ടുപോയി ബാങ്ക് മാനേജറിന്റെ റൂമിൽ വെച്ചിരുന്നു. ചെക്ക് ചെയ്ത് നോക്കിയതും ഓഫ് കോഴ്സ് ആ ക്യാഷ് ബാങ്ക് മാനേജറിന്റെ റൂമിൽ നിന്ന് കിട്ടി. ആ മാനേജറും ഭയങ്കര മോശപ്പെട്ടവളായിരുന്നു. കൂടാതെ അവള് കൊടുത്ത ടോർച്ചർ താങ്ങാതെ ഒരുത്തിയും സൂയിസൈഡ് ചെയ്ത് മരിച്ചുപോയിരുന്നു. അതോടെ ബാങ്കിലുള്ള എല്ലാവരും അതിന്റെ ദേഷ്യത്തിൽ ഇവളാണ് ആ ക്യാഷ് കൊള്ളയടിച്ചതെന്ന് ഉറപ്പിച്ചു. ഇപ്പൊ പോലീസും വന്ന് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇവൻ ഈസിയായി ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു.